കല്യാണം കഴിഞ്ഞ് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ സാധാരണ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു കുട്ടിയായി കഴിഞ്ഞ ശേഷമായിരിക്കും കേട്ടോ. കാരണം നമുക്ക് അധികമായി റെസ്പോൺസിബിലിറ്റി വരുന്നത് കുട്ടിയായി കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ അവരുടെ അതായത് സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് മിക്ക വീടുകളിലും പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി തുടങ്ങുന്നത്. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ആ ചെയ്തതിന് വൃത്തിയില്ല, ഈ ചെയ്തതിന് വൃത്തിയില്ല, ഉറങ്ങി എണീക്കുന്നത് വൈകിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോകുന്നു. ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഇനി നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും പറയുകയാണെന്ന് വിചാരിക്കുക. അവരോട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു, അത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട പറഞ്ഞാൽ ഹൈ എന്താ പറയുന്നത്, എല്ലാത്തിലും അവർ ഇടപെടും. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എല്ലാം കുറ്റക്കാർ നമ്മൾ തന്നെ ആയിരിക്കും. ഒന്നിലെ നമ്മുടെ വളർത്തു ദോഷമായിരിക്കും കേട്ടോ. ആ കുട്ടി എന്തെങ്കിലും ചെയ്താൽ അത് ഉറപ്പാണ്. കാരണം നമ്മളാണല്ലോ കുട്ടീനെ വളർത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വളർത്തു ദോഷമായിരിക്കും. അതല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെയുള്ള സ്വഭാവമാണ് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അവരുടെ മോനെ പോലെ ആയിരിക്കുകയില്ല. അത് 100% ശരിയാണ്. ഇനി ചില കുട്ടികൾ കുറച്ച് ചിലപ്പോൾ സംസാരിക്കാൻ വൈകുക, നടക്കാൻ വൈകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. അത് നമ്മുടെ കഴിവില്ലായ്മയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടല്ലേ അവർ സംസാരിക്കാൻ വൈകുന്നതും നടക്കാൻ വൈകുന്നതും, അല്ലെങ്കിൽ അവരുടെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാതിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ കുട്ടി നന്നായി സംസാരിക്കുക ചെയ്താലോ, അയ്യോ തീർന്നു, വായിക്കൊള്ളാർത്ത വർത്താനം പറയാണ്. നമ്മളാരും ഇത്തരത്തിൽ വർത്താനം പറയാറേ ഇല്ല, ഇതെന്ത് സ്വഭാവം, എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത്തരത്തിലുള്ള വർത്താനങ്ങൾ നിരന്തരമായിട്ട് പല വീടുകളിലും കേൾക്കാൻ പറ്റുന്നത് കുട്ടികളായി കഴിയുമ്പോഴാട്ടോ. നമ്മൾ എന്ത് കൊടുത്താലും കുറ്റം, ഇനി കൊടുത്തില്ലേലും കുറ്റം. മിഠായി കൊടുക്കരുതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കും. ഇനി നമ്മൾ മിഠായി കൊടുത്തോളാൻ പറഞ്ഞാൽ അത് കൊടുക്കൂല. പിന്നെ ഇതൊക്കെ നമ്മുടെ അഹങ്കാരമാണ് കേട്ടോ. എന്താ പറയുക, ഒത്തിരി അഹങ്കരിക്കുന്നതാണ് സ്വഭാവത്തിലുള്ള നമ്മളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാം സ്മൂത്തായി പോയേനെ. ആര് അതായത് നമ്മളൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയാനാ? ഹസ്ബൻഡിനോടോ? അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊക്കെ കുറ്റമായി മാത്രം കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ വീടല്ലാത്തത് കൊണ്ട്. വന്നു കയറിയ മരുമോൾ അവൾ മരിക്കുന്നത് വരെയും അവളുടെ വീടല്ലാതെ അവളെ മകളായി കാണാൻ അല്ലെങ്കിൽ വീട്ടുകാരിയായി കാണാൻ ഒരിക്കലും ആർക്കും കഴിയില്ല. അത് മനസ്സിൽ വെച്ചോളൂ.